എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറേ പേർ നമ്മുടെ ബിനോജ് നായർ, ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന രമേശൻ സ്വാമിയോ എന്നൊക്കെ വിളിക്കുന്ന രണ്ടുപേരുടെ വീഡിയോ ക്ലിപ്പും പോസ്റ്റുകളും ഒക്കെ അയച്ചു തന്നിട്ട് ഇത് കാണുന്നില്ലേ, ഇതിനോട് എന്താണ് പ്രതികരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എനിക്ക് അവരെക്കുറിച്ചല്ല പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിലൊരാൾ പ്രതികരിക്കുമ്പോൾ അയാൾ എന്നും എല്ലാ കാലത്തും അങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് വിശ്വസിച്ച് അയാളെ അത്തരത്തിൽ ഉൾക്കൊണ്ട് അയാളെ വാരി കോരിയെടുത്ത് അയാളെ തോളിലേറ്റി അത് വെച്ച് ആനന്ദ നൃത്തം ചവിട്ടി എന്തൊക്കെയോ ആക്കി തീർക്കുന്ന ഒരുതരം സംഗതി നമ്മുടെ ഒരുപാട് പേർക്കുണ്ട്. പ്രത്യേകിച്ച് അത് NRIസിനാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ആ സ്വാമിയുടെ വസ്ത്രം ധരിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, രമേശൻ ചേട്ടനൊക്കെ ഗൾഫിൽ യാത്രകളും ടിക്കറ്റും അതിൻ്റെ ഏർപ്പാടുകളും ആ സംഗതികളുമൊക്കെയായി അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം ഒരു കാലത്ത് അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. ബിനോജ് ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ഇപ്പോൾ ബിനോജും ബ്രഹ്മ ബൂമറും ഒന്നും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്തും പ്രത്യേകിച്ച് സവിശേഷമായ ഒരു സുഖവും ഇത് കേൾക്കുന്നതിനപ്പുറം നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഇനി അവർ തിരിച്ചു പറഞ്ഞാലും അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ കാര്യമില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭയങ്കരമായ വളയമില്ലാതെ അമിത വികാരത്തോടെ ഭയങ്കര മോശം പദങ്ങളൊക്കെ ഉപയോഗിച്ച് ആഞ്ഞടിക്കുന്ന ആളുകളൊക്കെയും ആ അടി പോലെ തന്നെ അവർ കടകം മറിഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബിനോജുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട്. ഞാൻ ബിനോജിനോടൊക്കെ ചിലപ്പോൾ ബിനോജ് ഭയങ്കര കട്ടിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു, നിങ്ങളങ്ങനെ അത്ര ഇതായിട്ട് സംസാരിക്കരുത്, അദ്ദേഹത്തിൻ്റെ പേജും യൂട്യൂബും ഒക്കെ ബ്ലോക്കായി പോകുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഇങ്ങേർക്കും ഉണ്ടായി, ഈ രമേശൻ ചേട്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരോട് ഞാൻ പറയാറുണ്ട്, അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ പറയേണ്ട മാറ്റർ അതിൻ്റെ സ്വാഭാവികതയോടെ പറയണം. കുറച്ച് പേരെ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നൊരു കാര്യമൊന്നുമില്ല. അന്നൊക്കെ അവർ ആ ആവേശത്തിലായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ തിരിച്ച് വേറൊരു ആവേശത്തിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ഓരോ മാനസിക നിലയുടെ പ്രത്യേകതയാണ്. നമ്മൾ ഒരുപാട് ലോകം കാണുന്നവരും മനുഷ്യരെ മനസ്സിലാക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ഇത്തരം സംഗതികളെയൊക്കെ നമ്മൾ കാണുന്നത്. നിങ്ങളതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യം എന്തുവാ? 10-15 വർഷം ഒരുമിച്ച് ജീവിച്ച് ഒരാളിൽ കുട്ടികളെ ജനിപ്പിക്കുകയും മറ്റൊരാൾ ആ കുട്ടിയെ പ്രസവിക്കുകയും ചെയ്യുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ തിരിഞ്ഞാലുള്ള പ്രശ്നം എന്തുവാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മോശമായിട്ടുള്ള കഥകളാണ് അതിന് ശേഷം അവർ തമ്മിൽ പറയുന്നത്. അവൻ അങ്ങനെയാണെന്നും അവൾക്ക് മറ്റോളുമായിട്ട് ബന്ധമുണ്ടെന്നും അവന് മറ്റോളുമായിട്ടുണ്ടെന്നും അവൾക്ക് വേറൊരുത്തനുണ്ടെന്നും ഒക്കെ പച്ചയ്ക്കല്ലേ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സംഗതിയായി കണ്ട് ശാന്തരാവുക, അടങ്ങുക എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിൽ ഇനിയിപ്പോൾ അല്ലാതെ ചാടിക്കേറി അദ്ദേഹത്തിനെ കുറിച്ച് ഇവർ രണ്ടുപേരെയും കുറിച്ച് ചീത്ത പറയുന്നതുകൊണ്ടോ അവരെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ പോയി കുറച്ച് തെറി എഴുതുന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾക്ക് സ്വീകാര്യമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായത്തിന് പ്രോത്സാഹനം കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വായിച്ച് ആസ്വദിക്കുകയോ നിശബ്ദരായിരിക്കുകയോ ഒക്കെ ചെയ്യാം. എന്ന് വിചാരിച്ച് അയാൾ എന്നും നമുക്ക് വേണ്ടി മാത്രമേ പറയൂ അല്ലെങ്കിൽ അങ്ങനെയാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്നൊന്നും ഒരു അർത്ഥത്തിലും ഒരു കാര്യത്തിലും അങ്ങനെ മുൻവിധിയോടെ കാണേണ്ടതില്ല. അവർക്കൊക്കെ അവരുടേതായ നിലപാട് സ്വീകരിക്കാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങൾ അവർ ഉപയോഗിക്കുമ്പോൾ ആ സമയത്തും നമ്മൾ ആദ്യം കാണിച്ചതുപോലെ നിശബ്ദതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശാന്തതയോ അല്ലെങ്കിൽ ലോകവും മനുഷ്യരുമൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുക എന്നത് മാത്രമാണ് അതിലുള്ള കാര്യം. അതുകൊണ്ട് അവരോട് അത്തരത്തിൽ പെരുമാറി നമ്മുടെ മനസ്സിന് നല്ല ശാന്തത വരുത്തുക എന്നുള്ളതാണ്. അവരവരുടെ ജീവിതവും അവരുടെ അഭിപ്രായവും അവരുടെ നിലപാടും അപ്പോഴത്തേക്ക് അവർ വിലക്കെടുത്തു, ബിനോജ് നായരെ കേന്ദ്ര സർക്കാർ വരട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതിപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം മുസ്ലിം വിഷയത്തെ സംസാരിക്കുമ്പോൾ സുന്നിക്കാർ നിന്നെ വരട്ടിയോ നിന്നെ വിലക്കെടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോഴാണെങ്കിൽ ഏത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിക്ക് വളരെ വിജ്ഞാനവും ജ്ഞാനവും അറിവും പരലോക ചിന്തയുമുള്ള വിസ്ഡംകാരാണ് ഏത് പോസ്റ്റിൻ്റെ അടിക്കും പോയി എനിക്കെതിരെ തെറി എഴുതുന്നത്. അത് ഞാൻ ആസ്വദിക്കുക. നാളെ ഞാൻ വേറൊരു വിഭാഗത്തിനെതിരെ പറയുമ്പോൾ ഇവർ പിന്തുണച്ച് കൈയടിച്ച് പിന്നാലെ വരും. വേറൊരാളിനെ പറയുമ്പോൾ അങ്ങനെ വരും, ഇങ്ങനെ വരും, തിരിച്ചും മറിച്ചും എല്ലാം ഇത് തുടരും. ഇതിൽ പണ്ടേതോ ഒരു കവിവചനത്തിൽ പറയുന്നത് പോലെയുള്ളൂ, ഇതെല്ലാം നമ്മുടെ വായിലെ തുപ്പൽ പോലെ മാത്രമാണ്, താൽക്കാലികമാണ്. അങ്ങനെ തന്നെ അതിനെയൊക്കെ കാണാവൂ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് രണ്ട് രീതിയിലാണ്. ഒന്ന് സ്വയം ബോധ്യം, അവനവൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട സ്വയം ബോധ്യവും
മറ്റൊന്ന്, അവനെ ബാധിക്കാത്ത, അവന് സേഫ് സോണിൽ നിൽക്കാവുന്ന അവൻ്റെ ഒരു സ്വത്വം ഉണ്ടല്ലോ, അതിന് ഗുണകരമായ ഒരു ബോധ്യവും ഒക്കെ പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നവൻ്റെ പേരാണ് മനുഷ്യൻ എന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരെ കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളതിൻ്റെ പിന്നാലെ പോകണ്ട. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഒഴിവായി പോവുക. അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണട്ടെ. പിന്നെ അവർ കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വേറെ എന്തെങ്കിലും സംഗതിയായിട്ട് വരട്ടെ. അപ്പോൾ ഇതെല്ലാം വരുമ്പം നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ രമേശന് 1,00,000 രൂപയും 50,000 രൂപയും വീട് വെച്ച് കൊടുപ്പും അതിൻ്റെ അപ്പുറത്ത് അതും ഇതും മറ്റേ സംഗതികളും ഒക്കെ ആയിട്ടൊന്നും ആരും ആവേശം കമ്മിറ്റിക്കാരായിട്ടിറങ്ങി പുറപ്പെടേണ്ടതില്ല എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.